റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കഴിഞ്ഞ ദിവസത്തെ പാഠങ്ങളെല്ലാം പഠിച്ചല്ലോ അല്ലേ? ഒരാഴ്ചയായിട്ട് പാഠമൊന്നും വായിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നാളെ എല്ലാം ഈ ഹദീസും കൂടെ ചേർത്ത് നാളെ വായിപ്പിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. عن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم نعمتان مغبون فيهما كثير من الناس الصحة والفراغ رواه مسلم. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നിവേദനം ചെയ്യുന്ന ഹദീസാണ് ഈ ഹദീസ്. നമുക്ക് ആദ്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ പറ്റി ചർച്ച ചെയ്യാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊച്ചാപ്പയുടെ മകനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊച്ചാപ്പയുടെ മകനാണ്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ആദ്യകാലത്തെ പ്രബുദ്ധ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. മഹാനവറുകൾക്ക് വേണ്ടി ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ദുആ വളരെ പ്രസിദ്ധമാണ്. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ. ഈ ദുആയുടെ ബർക്കത്ത് കാരണം പിൻകാലത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റഈസുൽ മുഫസ്സിരീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുകയും ചെയ്തു. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ 1666 ഹദീസുകളാണ് നിവേദനം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഹദീസിന്റെ തർജുമയിലേക്ക് കിടക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിഅമതാനി, രണ്ട് നിഅമത്തുകൾ, മഗ്ബൂനുൻ ഫീഹിമ, ആ രണ്ട് നിഅമത്തുകളിൽ അശ്രദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, കസീറും മിനന്നാസ്, ജനങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ, അസ്സഹത്തു വൽ ഫറാഗു. ഒന്നാമത്തെ നിയമത്ത് എന്താണ്? ആരോഗ്യമാണ്. രണ്ടാമത്തേത് ഒഴിവ് സമയമാണ്. എന്തുകൊണ്ടാണ് ഇമാം നവവി റഹിമഹുള്ള തന്റെ ഗ്രന്ഥമായ റിയാദു സ്വാലിഹീനിലെ ബാബുൽ മുജാഹദയിൽ കൊണ്ടുവന്നിരിക്കുന്നത്? നമുക്ക് നോക്കാം. ജിഹാദ് എന്ന പദത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക എന്നാണ്. എന്നാൽ ഇവിടുത്തെ ഒരർത്ഥം ജിഹാദത്തിന് ആല നഫ്സാണ്, അതായത് ശാരീരിക ഇച്ഛകൾക്കെതിരെ പോരാടുക. മനസ്സിലായോ? അല്ലാസിഫ് അവിടെ സംസാരമാണ്. ജിഹാദത്തിന് ആല നഫ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം. അതായത് പൈശാചിക ദുർബോധനങ്ങളിൽ നിന്നും ശാരീരിക ഇച്ഛകളിൽ നിന്നും വെടിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പൂർണ്ണ താഅത്തിലായി കഴിഞ്ഞുകൂടുക, അതായത് നന്മകളിൽ മുന്നേറുക. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരർത്ഥം. നിഅമത്ത് എന്നാൽ ഒരു ഹില്യത്താണ്, അതായത് ഒരു ആഭരണം ധരിക്കുന്ന അവസ്ഥ. സാധാരണ നമ്മളുടെ ഭാര്യമാരുള്ളവർക്ക്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഭാര്യമാരുള്ളവർക്കറിയാം, അവർക്ക് ഒരു വിലവെടുപ്പുള്ള ഒരു സാധനം കൊണ്ട് കൊടുക്കുമ്പം അവരുടെ മനസ്സിലുണ്ടാകുന്ന, അല്ലെങ്കിൽ അവര് നമ്മളോട് പ്രകടമാക്കുന്ന ഒരു സന്തോഷം, അന്ന് ഒരു അടിയും ഒരു ബഹളം വീട്ടിൽ കാണത്തില്ല. കാരണം വിലവെടുപ്പുള്ള ഒരു സാധനം കിട്ടിയില്ലേ, അന്നത്തെ കറി എല്ലാം നല്ല എരിവ് പൊളിയുള്ള സാധനമായിരിക്കും, നല്ല ചോറെല്ലാം കറക്റ്റ് വേവായിരിക്കും. അതുപോലാണ് ഒരു മുഅ്മിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും കിട്ടുന്ന ഒരു നിഅമത്ത്, ആ നിഅമത്ത് നന്മ എന്ന നിലയിലൂടെ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് അതിന് നിഅമത്ത് എന്ന് പറയുന്നത്. അല്ലാതെ തിന്മയായ കാര്യങ്ങളിൽ ഒഴിവ് സമയം ആരോഗ്യം ചിലവഴിച്ചെന്ന് പറഞ്ഞ് അതിന് നിഅമത്ത് എന്ന് പറയത്തില്ല. അപ്പോ നമ്മള് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും കിട്ടുന്ന ഒരുപാട് നിയമത്തുണ്ടെങ്കിലും എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രണ്ട് നിയമത്തുകളെ മാത്രം എടുത്തു പറഞ്ഞു? അതായത് ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ ജീവിതത്തിൽ ആരോഗ്യമാണ്. ആരോഗ്യമില്ലെങ്കിൽ അവന്റെ ജസദ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കറിയാം, ഒന്ന് കാലൊടിഞ്ഞ റൂമിൽ കിടക്കും. ഇന്ന് ആരോ ക്ലാസ്സിൽ ആബ്സെന്റ് അല്ലേ? അല്ലാതെ ഹാളെടുത്തോ? അതാ, ചില ദിവസങ്ങളിൽ ക്ലാസ്സിൽ വരുമ്പോ 5 പേര് കാണും, ചില ദിവസം 6 പേര് കാണും, ചില ദിവസം ഒരാൾ കാണും. കാരണം എന്നാ? അവർക്ക് ഒരു മനുഷ്യന് ആരോഗ്യത്തിന് എന്തെങ്കിലും ഒരു ബലഹീനത വന്നു കഴിഞ്ഞാൽ അവന് പിന്നെ അതിൽ മുഴുകിയിരിക്കും. എന്ന് പറഞ്ഞാൽ അവന് വീണ്ടും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് വരത്തില്ല.
അതുകൊണ്ട് അത്യാവശ്യമായിട്ട് വേണ്ടത് ആരോഗ്യമാണ്. ഇനി ഈ ആരോഗ്യം ഒഴിവു സമയം ഉണ്ടെങ്കിൽ തന്നെയും ഇവൻ എന്ത് ചെയ്യത്തില്ല, ഇബാദത്തുകളിൽ മുന്നേറത്തില്ല, നന്മയായ കാര്യങ്ങൾ ചെയ്യത്തില്ല, തിന്മയായ കാര്യങ്ങളിൽ മുഴുകും. എന്നാൽ ആരോഗ്യമുള്ള സമയത്ത് ഒഴിവു സമയം കാണത്തില്ല, ഒഴിവു സമയമുള്ള സമയത്ത് ആരോഗ്യം കാണത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് മഖ്ബൂനുൻ എന്ന് പറഞ്ഞത്? റബ്ന് എന്ന പദത്തിന്റെ അർത്ഥം ഒരു കച്ചവടക്കാരൻ അവന്റെ സാധനത്തെ വില കൂട്ടി വിൽക്കുന്നതിലൂടെ വാങ്ങുന്ന ആൾക്ക് സാമ്പത്തികമായ നഷ്ടമുണ്ടാകുന്നു. അങ്ങനെ ആ വാങ്ങുന്നതിലൂടെ ആ വാങ്ങുന്ന ആള് വഞ്ചിതനാകുന്നു. മനസ്സിലായോ? എല്ലാത്തിനും മനസ്സിലായോ? ക്ലാസ്സിൽ നീ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് നിന്നെ വിളിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരും റൂമിൽ കിടക്കുക. എന്നാ ഒരു ഉഷാറില്ലാത്ത? ഉച്ചയ്ക്ക് സ്പെഷ്യൽ ആഹാരോ? ചാർജ് ആയില്ലേ? ഇപ്പോ ഇവിടെ ഈ റബ്ന് എന്ന പദത്തിന്റെ അസൽ അർത്ഥത്തിൽ നിന്ന് മാറി ഇവിടെ അശ്രദ്ധയിലേക്കെന്ന് വന്നിരിക്കുന്നതിന്റെ കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് കിട്ടുന്ന നിഅമത്തിനെ പ്രയോജനപ്പെടുത്താതെ അതിനെ പാഴാക്കി കളയുന്നു. അങ്ങനെ അവൻ അശ്രദ്ധയിലാവുന്നു. ഇതാണ് ഈ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഹദീസിന്റെ കുറച്ച് ലുഗവിയായിട്ട് നമുക്ക് പരിചയപ്പെടാം. നിഅമതാനി എന്നുള്ളത് മുബ്തദയാണ്, മഖ്ബൂനുൻ ഫീഹിമ എന്നുള്ളത് ഖബറാണ്. കസീറുൻ മിനന്നാസ് എന്നുള്ളത് മഖ്ബൂനുൻ എന്നതിന്റെ നായിബ് ഫായിലാണ്. ഈ നിഅമതാനി എന്താണെന്ന് അല്ലാസിബ് നാളെ പഠിച്ചിട്ട് വരണം, തംരീൻ ചെയ്തുകൊണ്ട് വരണം. ഇതിന്റെ തർക്കീബ്, ഈ ഹദീസിന്റെ തർക്കീബ് നാളെ മുഴുവൻ പാഠവും വായിപ്പിക്കും. ബാക്കിയുള്ള തർക്കീബുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത പാഠത്തിൽ പറയാം. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിഅമതാനി എന്നുള്ള മുജ്മലായ ജുംലയിൽ നിന്നും മുഫസ്സലായ ഒരു ജുംലയാണ് സിഹത്തും ഫറാഹും. ഇത്രയുമാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.